അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ന്യൂ ഇയർ ആണ്, 2024 തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വൈകിട്ട് കോളേജിൽ നിന്ന് പുറത്തു പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി. അപ്പം നമ്മൾ നേരെ ന്യൂ ഇയർ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പം നമ്മൾ ഒരു വൈകിട്ട് ഒരു 5:30 സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. ആദ്യം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോയത്. ഹോസ്റ്റലിലുള്ള നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഫസ്റ്റ് അടിപൊളിയായിട്ട് ഈ ഒരു ഈവനിങ് ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഭയങ്കര നൈസ് ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈവനിങ് ടൈമിൽ എല്ലാവരും ഒരുമിച്ച് നല്ല രസമല്ലേ. അപ്പം നമ്മൾ നേരെ ആദ്യം പോയത് നമ്മൾ നാപ്പിയർ മ്യൂസിയത്തിലാണ് പോയത്. അപ്പോൾ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ കുറച്ച് പേരൊക്കെ പോയിട്ടുള്ളവരുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം അല്ലാത്തവരും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സിംഗിൾ ഫോട്ടോ എടുക്കുന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ വൈബായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പിക്ക് കാര്യങ്ങളൊക്കെ എടുത്തു, ഒരുമിച്ച് ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞാനും കുറേ റീലൊക്കെ എടുത്തു. എവിടെ ചെന്നാലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണത് എൻ്റെ ഒരു ഹോബിയാണ്. സോ അതിൽ ഞാനും കുറവൊന്നും വരുത്തിയിട്ടില്ല. എങ്ങനെയുണ്ട് സോങ്? ഇത് നമ്മുടെ സ്വന്തം ഗോവാണ്. അപ്പോൾ ഗോവിൻ്റെ സോങ്ങാണ് കേട്ടോ. അടിപൊളിയല്ലേ? നമ്മളത് കുറച്ചിരുട്ടൊക്കെ ആയിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് നേരെ കനകക്കുന്നിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നാപ്പിയർ മ്യൂസിയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഒന്നും മേടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാത്തിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങ് പോരുന്നു. ഭയങ്കര അടിപൊളി ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ റീൽസിലും ഫോട്ടോസിലൊക്കെ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. സീരിയസ്ലി ഭയങ്കര ഹാപ്പിയായി. അടിപൊളിയായിട്ട് ഇത് നോക്ക്, ലൈറ്റ്സൊക്കെ എന്ത് ഭംഗിയാണ്. അടിപൊളിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐ തിങ്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു നൈറ്റ് വ്യൂവിൽ ഇത്രയും ലൈറ്റ്സൊക്കെ ആയിട്ട് ആ ഒരു ലെവലാണ് കേട്ടോ. ബലൂണൊക്കെ ഉണ്ട്, എവിടെ നോക്കിയാലും ബലൂണും കുഞ്ഞു പിള്ളേരും നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ കനകക്കുന്ന് എത്തിയിട്ടുണ്ട്. അവിടെയും ചെന്നപ്പം നമ്മൾ റോഡിലൊക്കെ കണ്ടതിൻ്റെ ഒരു വലിയ വെർഷനാണ് നമ്മളിനി കനകക്കുന്നിൽ കാണാൻ പോകുന്നത്. കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ലൈറ്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രീസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ മേക്ക് ചെയ്ത് വെച്ചേക്കണേ. അവിടെയും ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും നമുക്ക് കയറാൻ ഓപ്ഷൻസ് ടൈമൊന്നും ഇല്ല. സോ നമ്മൾ പെട്ടെന്നാണ് കേട്ടോ എല്ലായിടവും പോയി കാണണം. നമുക്ക് എല്ലായിടവും കണ്ടു തീരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പിന്നെ നമ്മളിതേ ഒരു മുളയൊക്കെ വെച്ചിട്ട് ഒരു കളിക്കണ പോലത്തെ ഒരു സ്പേസ് അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരെ പോലെ നമ്മുടെ ഇടയ്ക്ക് കയറിയൊന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു പുറത്തു നോക്കുമ്പോൾ ഒരു അടിപൊളി ഒരു വീട് പോലെ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു സെറ്റപ്പാണ്. അപ്പം അകത്ത് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ മറ്റേ നമ്മൾ കണ്ട ഒരുപാട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും ഉണ്ട്, ഒരുപാട് വൈറ്റ് കളർ ടെഡി ബിയർ പോലത്തെ ഒക്കെ ഉണ്ട്. ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. കുറേ ഗിഫ്റ്റ് ബോക്സ്, കേക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാന്താക്ലോസ് പോകുന്നൊരു ഇതുപോലത്തെ ഒരു ഇത്, പിന്നെ കുറേ ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി നമ്മളിതേ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതേ നടന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചെന്നപ്പോൾ ഒരുമിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ സ്പ്ലിറ്റായി അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നിച്ച് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടൂറിസം ക്ലബിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ അത് സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉള്ളായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം തന്നെ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഡാൻസൊക്കെ കളിക്കുകയാണ്. ഡാൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ടൂറിസം ക്ലബ്ബ് അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമുക്കവിടെ പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.